ഹലോ, നമസ്കാരം. NBRKൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അല്ലമീൻ മർമ്മ ചികിത്സാ കേന്ദ്രത്തിലാണ്, ഇടിവെട്ട് തൈലം. അപ്പോൾ ഉസ്താദിൻ്റെ ബുക്കിംഗ് എടുക്കാനും അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയെന്ന് കാണിക്കാനുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല സൗകര്യത്തോടു കൂടി ഇവിടെ എല്ലാ സംഭവങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥലം, ഈ ഒരു ഫ്ലോട്ട് ആൾ വാങ്ങിച്ച് ഇവിടെ ടെൻ്റൊക്കെ കെട്ടി, അതുപോലെ തന്നെ ബാത്റൂമുകൾ 4 1 2 3 4 ബാത്റൂമൊക്കെ അടിച്ചു. നല്ല അടിപൊളി മൊത്തം ഇൻ്റർലോക്കൊക്കെ വിരിച്ച് സെറ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുറേ ആളുകൾക്ക് പരാതി ഉണ്ടായിരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു സൗകര്യം ഇല്ല എന്നല്ല. ഇപ്പോൾ അതിനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ ഇരിക്കാനുള്ള വിശാലമായ സ്ഥലമൊക്കെ, അതുപോലെ നിസ്കരിക്കാനും അതിന് പറ്റിയ സ്ഥലമാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഉസ്താദിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് നേരെ പോകാം. അപ്പോൾ അതിന് മുമ്പ് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ എന്താ ഇവിടെ ശംഖുപുഷ്പമാണിത്. ശംഖുപുഷ്പം പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വേറൊരു പൂവാണ്. ആളിങ്ങനെ ഓരോ സ്ഥലത്ത് ക്യാമ്പിന് പോകുമ്പോൾ അവിടെ നിന്ന് എടുത്ത് വരുന്ന ചെടികളാണ് കേട്ടോ. അത് നമ്മളെ വീട്ടിൽ നിന്ന് എടുത്താണ് ഈ ഒരു ചെടി. ഇത് നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കിണർ കാണാം കേട്ടോ. കിണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഇതാണ് ഇവിടുത്തെ കിണർ. ഈ ഒരു ഭാഗം ആലപ്പുഴ ഭാഗത്ത് ഉള്ള കിണറാണിത്. ചെറിയൊരു ചുറ്റളവ് ഇതാണ്ട് കൈ ചെറിയൊരു കിണറാണ്. അൽഹംദുലില്ലാഹ് അനുഗ്രഹങ്ങൾ കൊണ്ട് ഹജ്ജ് കഴിഞ്ഞ 26-ാം തീയതി വെളുപ്പിനെ ഞാനിവിടെ എത്തിയതാണ്. അൽഹംദുലില്ലാഹ് ചികിത്സ തുടങ്ങിയത് ഇന്നലെയാണ്. എല്ലാവരെയും നമ്മൾ വീണ്ടും ഇതിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ് പഴയ ആ നിരക്കുകളിലും പഴയ ചികിത്സകളിലൂടെയും എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടികൾ തുടങ്ങുകയാണ്. ഇനി ആരും തന്നെ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. നേരിട്ട് ചികിത്സാലയത്തിലേക്ക് തന്നെ എത്തുക. ഈ മാസം അവസാനത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഇവിടുന്ന് കോട്ടയ്ക്കൽ വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സഹകരിച്ചിട്ടുള്ളതുപോലെ തന്നെ എല്ലാവരും സഹകരിക്കുക. അവിടെ ജാതിമത ഭേദമൊന്നും ഇല്ലാതെ കണ്ട് എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇതുവരെ നമ്മുടെ ഈ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും അതേമാതിരി തന്നെ തുടങ്ങുവാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹു നിങ്ങളുടെ ഏവർക്കും ശിവകൾ നൽകുമാറാകട്ടെ. ഹജ്ജ് കർമ്മങ്ങളൊക്കെ നല്ലതുപോലെയൊക്കെ നടത്തി കാര്യാദികൾ കുടുംബസമേതം പോയിരുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെയൊക്കെ ബർക്കത്തുകൾ കൊണ്ടും ദുആകൾ കൊണ്ടും എല്ലാ കാര്യങ്ങളും കർമ്മകാര്യാദികളൊക്കെ അള്ളാഹുവിൻ്റെ മുറാദുകൾ അള്ളാഹു നമുക്ക് ആയുസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇനിയും നമ്മുടെ സേവനം നിങ്ങൾക്ക് എപ്പോഴും സൗജന്യമായി തന്നെ ചെയ്യാൻ തന്നെ. സൗകര്യങ്ങളിപ്പോൾ അത്യാവശ്യ സൗകര്യങ്ങളിപ്പോൾ നിലവിലുള്ളത് പോലുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ വീണ്ടും ഇതിനകത്തുണ്ട്. പിന്നെ ചികിത്സയുടെ ഭാഗമായിട്ട് എല്ലാ ഭാഗങ്ങളിലേക്കും ഞാൻ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തിരക്കായത് കാരണം കൊണ്ട് ഇൻഷാ അല്ലാഹ് നേരിട്ട് വീട്ടിൽ വന്നിട്ട് ചികിത്സിച്ച് പോകുക. നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ചെറിയ പൈസയിൽ വലിയ ബുദ്ധിമുട്ടുകളെ അള്ളാഹു ശിഫയാക്കി തരുന്ന ഈ ഒരു അവസരം നിങ്ങൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഈ ജൂൺ ജൂലൈയിലെന്ന് പറയുമ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ലക്ഷ്യത്തിലെത്തിക്കുവാൻ സാധിച്ചിട്ടുമുണ്ട്. അള്ളാഹു അത് സാധിച്ചു തരുകയും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇൻഷാ അല്ലാഹ് സൗകര്യപ്രദമായ ദിവസം നോക്കി വരിക. ഷോക്ക് ഡോക്ടർ ഇപ്പോൾ താൽക്കാലികമായിട്ട് അദ്ദേഹം നിർത്തിയിരിക്കുന്നതാണ്. നിർത്തിവെച്ചിരിക്കുന്നതിൻ്റെ അല്ല, അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു വേരിയേഷൻ കാരണങ്ങൾ കൊണ്ട് സുഖമില്ലാതെ പോയതാണ്. അതിപ്പോൾ ചില കേസ് മൈനസ് കേസ് കെട്ടുകളൊക്കെ ഹാർഡ് വർക്കായിട്ടില്ലെങ്കിലും മൈനസ് കേസ് കെട്ടുകളൊക്കെ നമ്മളിവിടെ ചെയ്ത് അത്യാവശ്യം അത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഫ്രീ ആയിട്ടാണല്ലോ ചെയ്ത് കൊടുക്കുന്നത്. എപ്പോഴും തന്നെ ഫ്രീ തന്നെയാണ്. നമുക്കിവിടെ കേസ് കെട്ടുമ്പോൾ മുതൽ മുടക്കുന്ന 100 രൂപയാണ്. ഇവിടെ ചികിത്സാ ഫീസില്ല. ഇവിടെ പിന്നെ സ്റ്റാഫിനൊന്നും കൈക്കൂലി കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ചാനലിൽ ഞാൻ വന്ന് പറഞ്ഞ പോലെ മരണം വരെയും 100 രൂപ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഫീസ്. പിന്നെ ഏജൻറ്റ് വഴി സാധനങ്ങൾ നിങ്ങൾ വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ അവരിവിടെ വന്ന് സാധനം എടുത്തുകൊണ്ട് പോകുമ്പോൾ അവരുടെ അരി വാങ്ങിക്കാനുള്ള പൈസ നമ്മൾ ചിലപ്പോൾ 10-50 രൂപ ചിലപ്പോൾ അതിനകത്ത് കൂടുതലായിട്ട് വരും. അതൊരു കൂടുതലല്ല. ഒരാളൊരു ബോട്ടൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മലപ്പുറത്തു നിന്ന് കാസർഗോഡ് നിന്ന് കണ്ണൂരിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് 100 രൂപയുടെ ഒരു ബോട്ടൽ വാങ്ങിക്കാൻ വേണ്ടി എത്ര രൂപ വണ്ടി കൂലി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതിനെയൊക്കെ അവശേഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്നത്
അടുത്ത പ്രാവശ്യം മുതലെന്ന് പറയപ്പെടുന്നത് ലോക്ക് ബോട്ടിലാണ് വരുന്നത്. ചില പരാതികൾ വന്നതിൻ്റെ പേരിൽ ലോക്ക് ബോട്ടിലാണ് ഈ അടുത്ത പ്രാവശ്യം മുതൽ നമ്മൾ ഇറക്കുന്നത്. ലോക്ക് എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരാൾക്ക് ഓപ്പൺ ചെയ്ത ബോട്ടിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങളത് സ്വീകരിക്കേണ്ടതായിട്ടുണ്ടാകുന്ന കാര്യങ്ങളില്ല. എന്ത് പരാതികളുണ്ടെങ്കിലും എൻ്റെ നമ്പറിൽ പേഴ്സണൽ നമ്പറിനകത്ത് വിളിച്ച് വിവരങ്ങൾ തരിക. അങ്ങനെ ചെറിയ ചെറിയ കോംപ്ലിക്കേറ്റഡ് കണ്ടതിൻ്റെ പുറത്താണ് ഈ ലോക്ക് ബോട്ടിൽ ഇപ്പോൾ ഞാൻ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് വളരെ താമസം ഇല്ലാതെ കൊണ്ട് തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കാനുള്ള അവസരം ചെയ്യും. ചെറിയ ബോട്ടിൽ എത്ര ക്വാണ്ടിറ്റി? ചെറിയ ബോട്ടിൽ 50 മില്ലി തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. നേരത്തെ 40 മില്ലിയാണ് ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. ആ 40 മില്ലിക്ക് വരാൻ കറക്റ്റായിട്ട് ഇപ്പോൾ 50 മില്ലിയാണ്. ഇതിപ്പോൾ 50 മില്ലിൻ്റെ ബോട്ടിലാണ് അല്ലേ? മില്ലിയുടെ ബോട്ടിലാണ്. ഓക്കെ. ഏറ്റവും കൂടിയത് 500. ഏറ്റവും വലുത് 550 ml വരും. 500 ടാങ്ക് കൊടുക്കും. 550 ml 500 കൊടുക്കും. ഇതാണ് 40 ml കൊടുത്തോണ്ടിരുന്നത്. 40 ml കൊടുത്തോണ്ടിരുന്നത് 50 മില്ലിയായിട്ട് ഇപ്പോൾ കൊടുക്കുന്നത്. കുറച്ചുകൂടി ക്വാണ്ടിറ്റി കൂടുതലും വരുന്നവർക്ക് ഒരു സമാധാനത്തിന് വേണ്ടി. ആ വെയിറ്റ് ഒന്ന് നോക്കിക്കുക. വെയിറ്റ് നേരെ അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങി പൊക്കിട്ടോ. ആ വെയിറ്റ് എടുത്തോണ്ട് പോകും. ആ പൊക്ക് അകത്ത് പൊക്ക്. ഇതൊന്ന് കൈ പൊങ്ങുന്നില്ലായിരുന്നു. കൈ അങ്ങോട്ട് എറിയാനും പൊക്കാനും ഇപ്പോൾ റെഡി ഉണ്ട്. അസുഖം തീരുന്നു. കൈ പൊക്കാൻ പറ്റാത്ത ഇതല്ലേ? തീരെ പൊക്കാൻ പറ്റുന്നില്ലായിരുന്നു. ചെറിയൊരു വേദന ഉണ്ട്. ഇപ്പം എങ്ങനെയുണ്ട്? വേദന ഉണ്ടോ? വേദന ഉണ്ട്. റെഡി ആവും അല്ലേ? ഉസ്താദ് പിടിച്ചോ? ഉസ്താദിനോട് പിടിപ്പിക്കും. ഉണ്ടോ? ഡംബിളൊക്കെ പൊക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് പൊക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. മൂപ്പർക്ക് കൈ പൊക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവർ ഇപ്പോൾ കൈ പൊക്കുന്നുണ്ട്. എന്താണ് മുട്ട് മടക്കുമ്പോൾ വേദന? നല്ല വേദന. ഇരിക്കാൻ പറ്റില്ല. മടക്കിയിരിക്കാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശരി. 2 മാസമായി വീണിരുന്നു? അത് ഓട്ടോമാറ്റിക്? ഇല്ല, ആദ്യം ഓട്ടോമാറ്റിക് ആയിട്ട് വന്നാണ്. പിന്നീട് ഇപ്പൊ പെരുന്നാളിനൊന്നും വീണില്ല. വേദന ഉണ്ടോ?
എങ്ങനെയുണ്ട് എൻ്റെ ആശ്വാസം കിട്ടിയ എവിടെ നിങ്ങളെ സ്ഥലം എവിടെ ഇത് ഈ ടെമ്പിൾ ഇവിടെ സ്ഥലം എവിടെയാണ് തൃശ്ശൂർ ഓക്കെ അല്ലേ Okay, good. Very good. Okay. എങ്ങനെയുണ്ട് ആശ്വാസം ഉണ്ടോ മാറിയില്ല ആശ്വാസമല്ല മാറി ഷോൾഡർ ആണോ കാൽമുട്ടല്ലേ അങ്ങോട്ട് 3 അത് 50 അങ്ങോട്ട് കൊടുക്കാറുണ്ടോ കൈമേലോട്ട് 33 പ്രാവശ്യം അടിച്ച് അടിച്ചോളൂ നിങ്ങൾ യൂട്യൂബ് കണ്ടിട്ട് കൊണ്ടുവന്നത് നിങ്ങൾ എടുത്തില്ലേ വീഡിയോ എടുത്ത് എൻ്റെ ഭാര്യയുടെ സഹോദരൻ രണ്ടൊക്കെ ഇതിൽ പറ്റത്തില്ല ഇവിടെ കാണിക്കാതെ അല്ലേ നിങ്ങൾ ആളെ കൂടെ വന്നാൽ എൻ്റെ ഭാര്യനെ കൊണ്ടുവന്നിട്ട് ഭാര്യയുടെ ജ്യേഷ്ഠത്തിന് ഇവിടെ പട്ടാണി ഞാൻ 3 പേരെ കൊണ്ടുവന്നു ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ യൂട്യൂബ് വ്ളോഗിൽ എൻ്റെ വീഡിയോ ഉണ്ട് അതുകൊണ്ട് പിന്നെ വേറെ ഇന്ന് ഇതരച്ചു
എന്തായിരുന്നു നിങ്ങൾ അസുഖം എന്തായിരുന്നു? ഊരവേദന. ഇപ്പം എങ്ങനെയുണ്ട്? വൈദ്യുതി കൈ വെച്ചപ്പോൾ ആശ്വാസം ഉണ്ടോ? വ്യത്യാസം ഉണ്ടല്ലേ? വലിയ വേദന ഉണ്ടായില്ല, ചെറിയ ജോലി എടുത്ത് കഴിഞ്ഞാലാണ് നല്ല വേദന. ശരി. പണി കഴിഞ്ഞ് വന്നതിന് ശേഷം എവിടെ സ്ഥലം? ഇവിടെ വടകര. ശരി. വീണതാ എങ്ങനെയാണ്? ബൈക്ക് വന്ന് ഓടിച്ചിട്ട് വീണിട്ടല്ല, ഇരുന്നിട്ടില്ല, അങ്ങനെ ഇരുന്നിട്ട് വന്നാൽ അത് ഒരു മിനിറ്റ് പോയി. എടുക്കാനാ? എന്തായിരുന്നു നിങ്ങൾ ശരിക്കും പ്രശ്നം? എന്തായിരുന്നു? കുമ്പിടാൻ പറ്റായോ? അത് ശരിയാ. കറക്ക് നമ്മുടെ ആരോഗ്യം അനുസരിച്ച് കറക്കി കൊടുക്കുക. കറക്കുകയും പൊന്തിക്കുകയും കൂടെ വേണം. കുറേശ്ശെ പൊന്തിക്കുകയും കറക്കുകയും കൂടെ വേണം. പൊങ്ങുന്നുണ്ടല്ലോ. ആ തിരിച്ച് ലെഫ്റ്റ് റൈറ്റ് തിരിച്ച് എക്സസൈസ് കൊടുത്ത് എന്താണ് കുട്ടി ജോലി ചെയ്യുന്നത്? വേറെയാണോ കുട്ടി? നട്ടലിനകത്തുനിന്നൊരു വേരിയേഷൻ പോയിരിക്കുക.
ഡോക്ടർമാർ പറഞ്ഞില്ലേ സർജറി വല്ലതും പറഞ്ഞാ? സർജറി പറഞ്ഞില്ലേ? ആ സർജറി ചെയ്യണ്ട കേട്ടോ. ഇപ്പൊ തൽക്കാലമായിട്ട് മാറ്റി തരാം. 15 ദിവസം 2 വീലർ ഓടിക്കുന്ന ആളാണോ? ആയിരുന്നു. 2 വീലർ ഓടിക്കാൻ പാടില്ല. ഹാർഡായിട്ടുള്ളൊരു വർക്കും ചെയ്യാൻ പാടില്ല കേട്ടോ. വെയിറ്റ് ഒന്നും പൊക്കുക പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. 15 ദിവസം റെസ്റ്റ് എടുക്കാം. വണ്ടി ഓടിക്കുന്നു. ഇതൊന്നും കൊടുക്കണ്ട. എന്തായാലും കിട്ടുന്നില്ല കൊടുക്കണ്ട. അത് മാറി ആണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? 15 ദിവസം കഴിയുമ്പോൾ ഒരു ചെരിവുണ്ടല്ലേ? നട്ടലിന്റെ സെല്ലിന്റെ ഉള്ളിൽ കൂടെ ഒരു നരമ്പ് വരുന്നുണ്ട്. ആ നരമ്പ് കയറി വരുന്തോറും അത് പിളർത്തുകൊണ്ടേയിരിക്കും. അതിനകത്ത് പെയിൻ വന്നിരിക്കണം. അവിടെ ബ്ലഡ് വരില്ല, ഫ്ലൂഡാണ്. ആ ഫ്ലൂഡ് കയറി വന്ന് ആ മജ്ജയുടെ മാംസത്തിന്റെ ഇടയിലുള്ള നരമ്പിനകത്തോട്ട് കയറി വരുന്നത് കൊണ്ടാണ് കംപ്ലൈന്റ് വരുന്നത്. അതിനിപ്പോൾ നമ്മൾ ഒരുമാതിരിയൊക്കെ ആയിട്ട് 2-3 പ്രാവശ്യം വന്ന് ഇവിടെ പിടിച്ച് ശരിയാക്കി കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് നിന്റെ ഭാഗത്ത് ഇവിടെ വരിക മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ ചെലവുകളൊന്നും നിങ്ങൾക്കില്ല. നിങ്ങളെപ്പോലുള്ള കുട്ടികൾ നല്ലപോലെ ജീവിക്കണം, നല്ലപോലെ പിന്നെ പറയുന്നതും മാതാപിതാക്കൾ പറയുന്നത് പോലെ ഞങ്ങൾ പറഞ്ഞു തരുന്നത്. നശിക്കാൻ വേണ്ടി മാതാപിതാക്കൾ പറയത്തില്ല, ഒരു ഡോക്ടർമാരും പറയത്തില്ല. നിങ്ങൾ നന്നാവണം, നിങ്ങളുടെ ശരീരം സുരക്ഷിതമായിരിക്കണം. അതാണ് നമുക്ക് നിർബന്ധം. ഈ ഒരു 10-15 ദിവസത്തേക്ക് അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കിഴി കൊടുക്കുക. കിഴിയും കൂടെ കൊടുത്തില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സർജറിയിലേക്കേ പോകുള്ളൂ. അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. L4 L5 കണ്ടില്ലേ?